സ്കൂൾ പരീക്ഷ നടക്കുന്ന ഹാളിൽ ഇൻവിജിലേറ്റർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് വിലക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടേതാണ് ഉത്തരവ്. സൈലന്റ് മോഡിലോ സ്വിച്ച് ഓഫ് ചെയ്തോ പോലും ഫോൺ കൊണ്ടുവരരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടെന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, മൊബൈലുമായി ക്ലാസ്സിലേക്ക് വരുന്ന ഇൻവിജിലേറ്റർമാർ അത് മിക്കയിടങ്ങളിലുമുണ്ട്. അത് ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്, ചിലപ്പോൾ ആ ക്ലാസ് മുറിയിൽ തന്നെ ഉപയോഗിക്കാറുമുണ്ട്. അതിൽ ക്രമക്കേടുകൾ നടത്തുന്നതിന് ചിലർക്ക് സാധിക്കുന്നു എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം? അതെ സുജയ, അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്, ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതാണ്. അതായത് കഴിഞ്ഞ വർഷം 2024 മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ 2ാം വർഷ പരീക്ഷയ്ക്ക് ശേഷം ഈ സർക്കാർ തല ഇൻസ്പെക്ഷൻ സ്ക്വാഡ് ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ചില ക്രമക്കേടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം തന്നെ അതില്ലാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, ഒപ്പം തന്നെ ഇനിയുള്ള പരീക്ഷകൾ സുഗമമായുള്ള നടത്തിപ്പിന് ഏതൊക്കെ തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നതുകൂടി ഈ ശുപാർശയായി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധ്യാപകർ, ഇൻവിജിലേറ്റർമാർ ഈ മൊബൈൽ ഫോൺ ക്ലാസ് റൂമുകളിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവരരുത് എന്നതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും അധ്യാപകർ ഈ പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുവരാറുണ്ട്. അപ്പോഴൊക്കെ പറയുന്നത് ഒരുപക്ഷെ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കും, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇനി അതും പാടില്ല എന്നത് തന്നെയാണ് ഈ ഉത്തരവിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത്. അതായത് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന ഈ സൈലന്റോ സ്വിച്ച് ഓഫോ ആക്കി വെക്കാമെന്നാണെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത കൂടി ഇല്ല. അതുകൂടി വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് എന്നതാണ് പറയുന്നത്. ഇനി വരുന്ന പരീക്ഷകൾ സുഗമവും ഈ നടത്തിപ്പ് സുഗമമാക്കാനായാണ് ഇത്തരമൊരു തീരുമാനം എന്നതുകൂടി ഈ നിർദ്ദേശമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മാർച്ച് 3-ാം തീയതി മുതൽ ഇനി പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിലേക്ക് എത്തുമ്പോൾ, ഇനി സ്കൂൾ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷകൾ നടക്കുമ്പോൾ ഇനി ഈ ഹാളിലേക്ക് ഏതായാലും ഇൻവിജിലേറ്റർമാർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു ഉത്തരവാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിരിക്കുന്നത്. സുജയ, ഓക്കെ, സൈലന്റ് മോഡും വേണ്ട, സ്വിച്ച് ഓഫ് മോഡും വേണ്ട, ഫോണേ കൊണ്ടുവരണ്ട എന്നതാണ് നിർദ്ദേശം. അത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.